മരിച്ച ആശ എന്ന് പറയുന്ന വ്യക്തിയുടെ ബന്ധുക്കൾ മാത്രമാണ് ഇപ്പോൾ ഈ പൊള്ളാച്ചിയിലെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. പിന്നെ ഈ പാങ്ങിലുള്ള പൊതുപ്രവർത്തകരും മറ്റു ആളുകളാണ്, അതായത് ഈ KMCCയുടെ ആംബുലൻസിനൊപ്പം വന്നുള്ള ആളുകളാണ് ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. മരിച്ച ആശ എന്ന് പറയുന്ന അധ്യാപികയായ അവരുടെ ബന്ധുക്കൾ ഇപ്പോൾ പൊള്ളാച്ചിയിലെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനി മറ്റുള്ള ബന്ധുക്കൾ, അതായത് ഏകദേശം പാലക്കാട് വിട്ടു എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അത്തരത്തിൽ അവർ വന്ന ഉടനെ തന്നെ പോസ്റ്റ്മോർട്ടം നടത്താനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ഇപ്പോൾ തന്നെ ഈ ആശുപത്രി അധികൃതർ ചെയ്തു കഴിഞ്ഞു. അവർ വന്ന ഉടനെ തന്നെ, ബന്ധുക്കൾ വന്ന ഉടനെ തന്നെ എത്രയും പെട്ടെന്ന് പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കും. അത് ഇപ്പോഴും മന്ത്രി K കൃഷ്ണൻകുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ആശുപത്രിയിൽ തുടരുന്നുണ്ട്. ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ വേഗത്തിലാക്കാനുള്ള ഏകോപനം ഉൾപ്പെടെ അദ്ദേഹം ചെയ്യുന്നുണ്ട്. ഇവിടെ ജില്ലാ കളക്ടറും അതുപോലെ തന്നെ കോയമ്പത്തൂർ ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ള ആളുകളായിട്ട് സംസാരിച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഈ നേരത്തെ പറഞ്ഞത് ഒരു ഇതിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ കോയമ്പത്തൂർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഒരാൾ കൂടെ മരിച്ചു എന്ന വിവരം കൂടെയാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ 10 പേരായി ഈ മരിച്ചവരുടെ എണ്ണം 10ആയി ഉയർന്നു എന്നുള്ള ഒരു സങ്കടകരമായ വാർത്ത തന്നെയാണ് ഇപ്പോൾ ഈ നിമിഷം പങ്കുവയ്ക്കാനുള്ളത്. അത്തരത്തിൽ ഈ വിനോദയാത്രയ്ക്ക് പോയ 13 അംഗ സംഘത്തിലെ 10 പേരും മരിച്ചു. ഇനി 3 ആളുകൾ മാത്രമാണ് ചികിത്സയിൽ കഴിയുന്നത്. അതിൽ 2 പേരുടെ നില അതീവ ഗുരുതരം തന്നെയാണ്. അതിൽ മസ്നീൻ എന്ന് പറയുന്ന 10 വയസ്സുള്ള, ഈ പൊള്ളാച്ചി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മസ്നീൻ എന്ന് പറയുന്ന 10 വയസ്സുള്ള പെൺകുട്ടി മാത്രമാണ് അപകട നില തരണം ചെയ്തിട്ടുള്ളത്. ആ മസ്നീനെ നേരത്തെ മന്ത്രി K കൃഷ്ണൻകുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ നേരിട്ട് കണ്ടു. കുട്ടി റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുപോലെ തന്നെ അത്തരത്തിൽ കുട്ടി അപകട നില തരണം ചെയ്തു. ആകെ ഈ അപകടത്തിൽ പെട്ടതിൽ 13 പേരിൽ ഈ മസ്നീൻ മാത്രമാണ് ഇപ്പോൾ പൂർണ്ണമായും രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ അപകട നില തരണം ചെയ്തു എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. സുഹേൽ, ഇതിൽ മരണസംഖ്യ ഇപ്പോൾ 10ആയി ഉയർന്നു. ഒരു വിനോദസഞ്ചാര യാത്ര അവസാനം ഒരു വലിയ ദുഃഖകരമായ ഒരു യാത്രയായി മാറി. വാൾപ്പാറയിലാണ് ഇന്ന് വൈകിട്ട് 5:30 ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു അപകടം സംഭവിച്ചത്. ഡ്രൈവർ നിയന്ത്രണം വിട്ട് ഡിവൈഡർ ഇടിച്ച് തകർന്നാണ്, അതായത് 13ാം ഹെയർപിൻ വളവിൽ നിന്ന് 9ലേക്ക് താഴെ പതിക്കുകയായിരുന്നു. അവിടെ മരച്ചില്ലകൾ, മറ്റു മരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് ഈ അപകടത്തിൽ പരിസരത്തുണ്ടായിരുന്ന, നേരത്തെ നമ്മളോട് സംസാരിച്ചിരുന്ന ബേപ്പൂർ സ്വദേശിയായ ഹാരിസ് പറഞ്ഞിരുന്നു. വലിയൊരു ശബ്ദമാണ് കേട്ടിരുന്നത്. അത്തരത്തിൽ വലിയൊരു ആഘാതമാണ് അവിടുന്ന് സംഭവിച്ചത്. ഇടിയുടെ ആഘാതം അത്രയും വലുതായിരുന്നു എന്ന് പറയുന്നു. അത്തരത്തിൽ വലിയൊരു അപകടമാണ് സംഭവിച്ചത്. അവിടെ ഈ ആളുകളെയെല്ലാം, അതിൽ പലരും തൽക്ഷണം മരിച്ച നിലയിലാണ് കണ്ടെത്തി എന്നതുൾപ്പെടെയുള്ള വിവരം അദ്ദേഹം നമ്മളോട് പറഞ്ഞു. വലിയ സങ്കടത്തോടെയാണ് ആ വിവരങ്ങൾ അദ്ദേഹം പറഞ്ഞു വെച്ചത്. പെട്ടെന്ന് തന്നെ തമിഴ്നാട് പോലീസും അതുപോലെ തന്നെ അഗ്നിരക്ഷാ സേനയും ദ്രുതകർമ്മ സേനയും അവിടെ എത്തിച്ചേർന്നിരുന്ന മറ്റു വിനോദസഞ്ചാരികളും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. മരിച്ചവരുടെ ഈ പൊള്ളാച്ചി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയത്. അതുപോലെ തന്നെ പരിക്കേറ്റവരെയും ഇങ്ങോട്ടേക്ക് എത്തിച്ചതിൽ പെട്ടെന്ന് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഈ നടപടികൾ അവർ സ്വീകരിച്ചു എന്നുള്ള കാര്യം ഉൾപ്പെടെ അദ്ദേഹം പറഞ്ഞു. അത്തരത്തിൽ വലിയൊരു അപകടമാണ് ഈ വൈകിട്ട് 5:30 സംഭവിച്ചത്. ഒരു വിനോദയാത്രയ്ക്ക് പോയ 13 അംഗ സംഘത്തിലെ 10 പേര് മരിച്ചു എന്ന് പറയുന്നത് വലിയൊരു ദുഃഖകരമായ കാര്യം തന്നെയാണ്. എന്തായാലും അവരുടെ ബന്ധുക്കൾ അല്പസമയത്തിനകം ഈ ആശുപത്രിയിൽ എത്തിച്ചേരും. ഇവിടെ നിന്നാണ് പൊള്ളാച്ചി താലൂക്ക് ആശുപത്രിയിൽ വെച്ച് തന്നെയാണ് മരിച്ച 10 പേരുടെയും മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുക. എത്ര വൈകിയാലും ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിക്കാനുള്ള സംവിധാനങ്ങൾ ഇതിനകം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ബന്ധുക്കൾ എത്തിയ ഉടനെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞ് ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കും. ഉടനെ തന്നെ പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയാക്കി മൃതദേഹങ്ങൾ ഇന്ന് തന്നെ വിട്ടു നൽകുമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് മൃതദേഹം കൊണ്ടുപോകുന്നതിനായി ആംബുലൻസ് ഉൾപ്പെടെയുള്ള എത്തിയിട്ടുണ്ട്. അതായത് നാട്ടിൽ നിന്നുള്ള ആംബുലൻസ് ഉൾപ്പെടെ എത്തിയിട്ടുണ്ട്. അത്തരത്തിൽ എല്ലാവിധ സജ്ജീകരണങ്ങളും ഇതിനോടകം തന്നെ പൂർത്തിയായി. നേരത്തെ ഈ ആശുപത്രിയിൽ കോയമ്പത്തൂർ ജില്ലാ കളക്ടർ, അതുപോലെ തന്നെ കോയമ്പത്തൂർ ജില്ലാ പോലീസ് മേധാവി, കോയമ്പത്തൂരിലെ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ, മറ്റ് ഇവിടുത്തെ ജനപ്രതിനിധികളെല്ലാം എത്തിച്ചേർന്നിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.